ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് പോവുകയാണ്. 4 വരി പാതകളിൽ എങ്ങനെ നമുക്ക് ഇടതുവശത്തുകൂടി അല്ലാതെ കറക്റ്റ് ഫാസ്റ്റ് ട്രാക്ക് ഉപയോഗിച്ച് ഓവർടേക്ക് ചെയ്ത് പോകാം എന്നുള്ളതാണ് എൻ്റെ പ്രധാന വിഷയം. അതിൽ നിന്നിടയ്ക്ക് ഇൻഡിക്കേറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ പ്രതിപാദനം നടത്തിയെങ്കിലും വീണ്ടും ഞാൻ ഹൈവേയിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. എന്നായിരിക്കും നമുക്ക് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാതെ വലതുവശത്തൂടെ കറക്റ്റായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പോവുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തുന്നത് വരെ ഇത്തരം എപ്പിസോഡുകൾ ചെയ്യാനാണ് എൻ്റെ തീരുമാനം, വീഡിയോകൾ ചെയ്യാനാണ് എൻ്റെ തീരുമാനം. എന്നിത് പ്രാവർത്തികമാകുമെന്ന് അറിയത്തില്ല, എന്നിത് അധികാരികളിലെത്തുമോ, വീഡിയോ കണ്ട ആൾക്കാർ ഇത് പ്രായോഗികമാക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കുക. മണിക്കൂറുകളോളം ഞാൻ പിന്നിൽ ഓടിയതിൽ നിന്ന് ഏതാനും ചില മിനിറ്റുകളുടെ ദൃശ്യങ്ങളാണ് ഞാനതിൽ കാണിക്കുന്നത്. അതേസമയം വീഡിയോ തീരാറാകുന്ന സമയത്ത് നമുക്ക് കാണാം, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്, ആരും ബോധപൂർവം ചെയ്തതല്ലെങ്കിലും ഒരു 3 ലോറികൾ ഇടതുവശത്തെ ട്രാക്കിൽ വന്ന് നിൽക്കുന്നു. അതാണ് അതിൻ്റെ ശരിയായ നിയമം. എല്ലാ ഹെവി വാഹനങ്ങളും ഇടതുവശത്തെ ട്രാക്കിൽ കൂടെ വരിക, അവിടെ നിൽക്കുക. ഈ സിഗ്നലിൽ ഇപ്പോൾ അവർ ഇടതുഭാഗത്ത് നിൽക്കുന്നുണ്ട്. വലതുഭാഗത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നിൽക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നല്ല സ്പീഡിൽ തന്നെ എടുത്ത് പോകാൻ പറ്റും. അതേസമയം ഈ വാഹനങ്ങൾ 2 ട്രാക്കിൽ നിൽക്കുക, അല്ലെങ്കിൽ വലതുഭാഗത്തെ ട്രാക്കിൽ ഒരു ഫുൾ ലോഡ് ചെയ്ത ഒരു ടിപ്പറോ ഒരു ലോറിയോ നിൽക്കുകയാണെങ്കിൽ അവർ പിക്കപ്പ് ചെയ്ത് വരാൻ സമയമെടുക്കുന്നു. അവർ പിക്കപ്പ് ചെയ്ത് അതേ റോഡിൽ കൂടി മുന്നോട്ട് പോയി എപ്പോഴെങ്കിലും ഇടതുവശം കാലിയായി കിട്ടിയാൽ മാത്രമേ നമുക്ക് പോകാനൊക്കുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പരിശ്രമിക്കുക, പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളൊരു റോഡിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തൊരു ട്രക്ക് വളരെ സ്ലോയിൽ പോകുന്നു. നമ്മൾ ഇടതുവശത്തെ ട്രാക്കിൽ നമുക്ക് വേണ്ട സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ വരുന്നവർ നമ്മുടെ പിന്നിൽ വരുന്നിട്ടാണ് ഓൺ അടിക്കുന്നത്. നമ്മൾ മാറിക്കൊടുക്കാത്ത എന്തോ തെറ്റാണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഒരല്പം മസിൽ പിടിച്ച് ഞാനിവരെ ലേറ്റ് ആക്കാറുണ്ട്. കാരണം നമുക്ക് വേണ്ട വേഗതയില്ല, നമുക്ക് എടുക്കാവുന്ന വേഗത 80 ആണെങ്കിൽ 80, 60 ആണ് 60 നമുക്ക് ഇടതുവശത്തെ ട്രാക്കിൽ പോകാൻ അനുവാദമുള്ളപ്പോൾ ഇവർ നമ്മളെ ലൈറ്റ് അടിച്ച് കാണിക്കുന്നു, നമ്മുടെ പിന്നിൽ വന്ന് ഓൺ അടിക്കുന്നു. അവർ വലതുഭാഗത്തേക്ക് മാറി നിന്നിട്ട് വലതുഭാഗത്തൂടെ സ്ലോ ചെയ്ത് പോകുന്ന ട്രക്കുകൾ ഓണടിച്ച് മാറ്റട്ടെ, കൃത്യമായി സൈഡ് വാങ്ങി നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോട്ടെ. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ മസിൽ പിടിച്ച് സൈഡ് കൊടുക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് പ്രായോഗികമാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൃശ്യങ്ങൾ കാണുക. ഹൈവേ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞാനൊരു ലോറി ഓവർടേക്ക് ചെയ്തു. ഇതാ എൻ്റെ മുന്നിലൊരു വാഹനം പോകുന്നുണ്ട്. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, 1000 പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്താൽ 1000 ഫൈനാണെന്ന് എല്ലാ ഭാഗത്തും ഹൈവേയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലത്ത് അത്യാവശ്യമായി എത്തിച്ചേരേണ്ട അതുകൊണ്ട് മാത്രം ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്ത് ഞാൻ പോകുന്നു. ആ ലോറി ഓടിച്ചു പോയ ഡ്രൈവർ മണിക്കൂറുകളായിട്ട് ആ ട്രാക്കിലാണ് വരുന്നത്. ഇനിയും അങ്ങനെ തന്നെ പോവുള്ളൂ. നമുക്കത് പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും മറ്റു ചില വാഹനങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അവരെന്നെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം ഈ ഇടതുഭാഗത്തെ ട്രാക്ക് കാലി കിടക്കുമ്പോൾ ഇടതുവശത്തേക്ക് മാറിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഫാസ്റ്റ് ട്രാക്ക് കാലിയാകുന്നുള്ളൂ. പക്ഷേ അത് ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ ആരും മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചിട്ടില്ല. മറ്റു പല ലൈറ്റ് അഴിപ്പിക്കലുകൾ നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. ഒരു കാരണവശാലും ഒരാളും ഇതുവരെ ഇവിടുത്തെ ഒരു ഡ്രൈവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇടതുവശത്തെ ട്രാക്ക് കാലിയായിരിക്കുമ്പോൾ വലതുവശത്ത് ഓടരുത്, ഇടതുവശത്തേക്ക് മാറണമെന്ന്. ഇവിടെ ഏതായാലും നല്ലൊരു കാര്യം കാണാൻ പറ്റുന്നത്, 2 വീലറുകളെല്ലാം ഏകദേശം വളരെ ഇടതുവശം ചേർന്ന് തന്നെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു 2 വീലർ റോഡ് നിറഞ്ഞോടുന്നതിനാൽ നമുക്ക് പലപ്പോഴും അവരെ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നു. ഞാനും ഓടിക്കുന്ന വാഹനമാണ്, എനിക്കൊരു റോഡിൻ്റെ അവകാശമുണ്ട് എന്നാണ് നമ്മുടെ നാട്ടിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ പല വാഹനങ്ങളും ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എല്ലാവരും വളരെ കൃത്യമായി ഇടതുവശം ചേർന്ന് പോകുന്നുണ്ട്. നമുക്ക് സാമാന്യ വേഗതയിൽ തന്നെ ആ ഇടത് ട്രാക്കിൽ കൂടെ തന്നെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഈ ചുവന്ന വാഹനത്തെ ശ്രദ്ധിക്കുക, ധാരാളം സമയമായിട്ട് അത് വലത് ട്രാക്കിൽ തന്നെയാണ് ഓടുന്നത്. ഇവരെ ഇനി ആര് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം പൂച്ചകൾക്ക് ആര് മണി കെട്ടും എന്നുള്ളതിൽ നിന്നാണ് ഞാൻ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് നമ്മുടെ ഈ പരിപാടിക്ക് ഹെഡിങ് കൊടുക്കാൻ കാരണം, തലക്കെട്ട് കൊടുക്കാൻ കാരണം. ഇത് ഒരു സിഗ്നലിൽ എത്തുകയാണ്. വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മുന്നിൽ പോകുന്ന ഒരു ലോറി കാണാം, വീണ്ടും ഒരു ലോറി, വീണ്ടും 2 or 3 ലോറികൾ വരുന്നു. ഇത് മനഃപൂർവ്വം അവർ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, എങ്ങനെയോ പെട്ടുപോയതുകൊണ്ടാണ്. എങ്കിൽ പോലും വളരെ കൃത്യമായി ഇങ്ങനെ ഈ ലോറികൾ ഇടതുവശം ചേർന്ന് ഓടുകയാണെങ്കിൽ വലതുവശത്തെ ഫാസ്റ്റ് ട്രാക്ക് ഒഴിവായി കിടക്കും. പ്രത്യേകിച്ച് സിഗ്നലുകളിൽ ഈ ലോറികൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ
നമുക്കറിയാം സിഗ്നൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ സമയം വേണം. എത്ര വലിയ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അതിൻ്റെ പുറകിൽ നമ്മളെപ്പോലത്തെ കാറുകൾ അല്ലെങ്കിൽ അതിവേഗം പോകാവുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയും ഇവർ പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് നീങ്ങി സൈഡ് തന്നില്ലെങ്കിൽ വീണ്ടും ഇടതുവശത്തോട് വേണം നമ്മൾ കയറിപ്പോകാനായിട്ട്. ഇത് നമ്മുടെ MVD അധികാരികൾ ശ്രദ്ധിച്ച് ഒരു മാറ്റം വരുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു.